KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരട്ട കൊലപാതകത്തെ തുടർന്ന് അക്രമം നടന്ന കല്യോട്ടും പരിസര പ്രദേശങ്ങളിലും CPM സംഘത്തിന്റെ സന്ദർശനത്തിനിടെ സംഘർഷാവസ്ഥ. പോലീസ് ഇടപെടലിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഒരു വേദിയിൽ വച്ച് 20 പദ്ധതികൾ നാടിന് സമർപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനമേള. കാഞ്ഞങ്ങാട്ടാണ് വിവിധ പദ്ധതികൾ ഒറ്റയടിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തായി തെരഞ്ഞെടുത്ത മംഗൽപാടി പഞ്ചായത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം. കാഞ്ഞങ്ങാട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വാമൂടിക്കെട്ടി പ്രകടനം നടത്തി. പ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബീവി ഉറൂസിന് തുടക്കമായി. സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ബസ്മല പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. തലപ്പാടി RTO ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിർമ്മിച്ച കാസർഗോഡ് കഫേയുടെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU കേരള വാട്ടർ അതോറിറ്റി യൂണിയൻ ധർണാ സമരം സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇരട്ട കൊലപാതകത്തെ തുടർന്ന് അക്രമം നടന്ന കല്യോട്ടും പരിസര പ്രദേശങ്ങളിലും CPIM സംഘത്തിന്റെ സന്ദർശനത്തിനിടെ സംഘർഷാവസ്ഥ. പോലീസ് സന്ദർഭോചിതമായി ഇടപെട്ടതിനെ തുടർന്ന് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. P. കരുണാകരൻ MP, MLA മാരായ K. കുഞ്ഞിരാമൻ, M. രാജഗോപാൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അടങ്ങിയ സംഘത്തെയാണ് കല്യോട്ട് ടൗണിൽ വെച്ച് ഒരു സംഘം തടഞ്ഞത്. CPIM സംഘം തിരിച്ചു പോകണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം. നേതാക്കൾക്ക് നേരെ അസഭ്യവർഷവും ഉണ്ടായി. പോലീസ് സംയമനം പാലിച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. പിന്നീട് ആക്രമിക്കപ്പെട്ട കല്യൂട്ടെയും പെരിയയിലെയും പാർട്ടി ഓഫീസുകളും പ്രവർത്തകരുടെ വീടുകളും സംഘം സന്ദർശിച്ചു. ഇതിനിടയിൽ കേസിലെ പ്രതിയായ പീതാംബരന്റെ വീടും സംഘം സന്ദർശിച്ചു. പ്രദേശത്ത് 5 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി നേതാക്കൾ പറഞ്ഞു. വീടുകളിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ കവർച്ച ചെയ്യപ്പെട്ടതായും CPIM നേതാക്കൾ ആരോപിച്ചു. ലൈബ്രറികളിലെ പുസ്തകങ്ങളടക്കം കത്തി നശിച്ചു. കല്യോട്ട് പോകാൻ വൈകിയത് ക്രമസമാധാന പ്രശ്നം പരിഗണിച്ചാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ്. സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളത് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. അത് വെച്ചുകൊണ്ട് ഇപ്പോൾ നാശനഷ്ടമുണ്ടായാൽ ഏതൊക്കെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കേസെടുക്കാമെന്ന് പോലീസിനോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയൊക്കെ ഈ കുഴപ്പമുണ്ടാക്കിയ ആൾക്കാർ, കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്. നമ്മൾ പോകുന്ന സമയത്ത് അത് പോലീസുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് വെച്ചുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള ഈ സംഭവം നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം, അതിൻ്റെ മേലെ നടന്നിട്ടുള്ള ഹർത്താൽ, അതുമായി ബന്ധപ്പെട്ട് കല്യോട്ടും പെരിയയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം വളരെ വളരെ ഭീകരമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. കൊല്ലപ്പെട്ടവരുടെ വീട്ടിലടക്കം പോകാൻ DCC പ്രസിഡന്റിനെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതാക്കൾ മനഃപൂർവ്വം ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ട് മറുപടി നൽകാമെന്നായിരുന്നു DCC പ്രസിഡന്റിന്റെ പ്രതികരണമെന്നും P. കരുണാകരൻ MP പറഞ്ഞു. സന്ദർശനം പൂർത്തിയാക്കിയ സംഘം ഉച്ചയോടെ തിരിച്ചുപോയി. ഒരു വേദിയിൽ വച്ച് 20 പദ്ധതികൾ നാടിന് സമർപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനമേള. കാഞ്ഞങ്ങാട് വെച്ചാണ് കാസർഗോഡ് ജില്ലയിൽ പൂർത്തീകരിച്ചതും നിർമ്മാണങ്ങൾ നടക്കാൻ പോകുന്നതുമായ പദ്ധതികൾ ഒറ്റയടിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കാസർഗോഡ് പാർട്ടി പരിപാടിക്ക് ശേഷമാണ് മുഖ്യമന്ത്രി കാഞ്ഞങ്ങാട്ട് എത്തിയത്. 1.5 പതിറ്റാണ്ട് മുൻപ് നിർമ്മാണം തുടങ്ങിയ കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനമായിരുന്നു പ്രധാന പരിപാടി. വാഹനങ്ങളോടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായ KSTPA പദ്ധതിയിൽപ്പെട്ട കാഞ്ഞങ്ങാട് കാസർഗോഡ് തീരദേശപാതയും മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ഒപ്പം കുടിവെള്ള പദ്ധതിയടക്കം വേറെയും 18 പദ്ധതികൾ.
ഏറ്റവും കൂടുതൽ പദ്ധതികളുള്ള കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രശംസ. നിരാശയ്ക്ക് പകരം പ്രത്യാശ 1000 ദിവസം കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നു. ഇത് ക്രമാനുഗതമായി വന്നതാണ്. അതിൻ്റെ ഭാഗമായി നാട് വലിയ വികസന കുതിപ്പിലാണ് നിൽക്കുന്നത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന സ്കൂളുകളുടെ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും നടന്നു. 20 മിനിറ്റ് കൊണ്ട് കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡ് എത്തുന്ന രണ്ടാമത്തെ നോൺ സ്റ്റോപ്പ് ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും ചടങ്ങിൽ നിർവഹിച്ചു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം. ജില്ലയിൽ നിന്നും സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തായി തെരഞ്ഞെടുത്ത മംഗൽപാടി പഞ്ചായത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപ്പള യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് KI അധ്യക്ഷത വഹിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർ KP രമേശ, ജയ്ഷട്ടി, കമാൽ ഷാ പഞ്ച, അബ്ദുൽ ജബ്ബാർ, അനീഷ് ഫോൻസിസ് എന്നിവർ സംസാരിച്ചു. ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ KJ ജോസഫ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. മംഗൽപാടി പഞ്ചായത്തിന് പുറമെ മൊഗ്രാൽ പുത്തൂർ, ഉദുമ, അജാനൂർ എന്നീ പഞ്ചായത്തുകളെയും സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തുകളായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പഞ്ചായത്തുകളിൽ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും പരിശോധിക്കുകയും ഈ കച്ചവട സ്ഥാപനങ്ങൾക്കെല്ലാം ലൈസൻസ് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് ലൈസൻസ് രജിസ്ട്രേഷൻ കൊടുക്കുകയും അവിടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ എല്ലാം പരിശോധനയും ഗുണനിലവാരവും ഉറപ്പാക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സെമിനാറുകൾ നടത്തുകയും ചെയ്യും. അതോടൊപ്പം നമ്മൾ ഈ പഞ്ചായത്തുകളിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സ്കൂളുകൾ, അംഗൻവാടികൾ, കുടുംബശ്രീ ഇങ്ങനെയുള്ള മുഴുവൻ മേഖലയിലുള്ള ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള ശരിയായ അവബോധം ഉണ്ടാകുന്നതിന് വേണ്ടി, ശരിയായ ഭക്ഷണശീലം പാലിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിപുലമായ ബോധവൽക്കരണ സെമിനാറുകൾ. ന്യൂസ് ഡെസ്ക് KCN. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം. കാഞ്ഞങ്ങാട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വാമൂടിക്കെട്ടി പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അമ്മമാർ വായ മൂടിക്കെട്ടി പ്രകടനം നടത്തി. DC ജനറൽ സെക്രട്ടറി ധന്യ സുരേഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മുതിർന്ന മഹിളാ കോൺഗ്രസ് നേതാക്കൾ പ്രകടനത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബീവി ഉറൂസിന് തുടക്കമായി. സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ബസ്മല പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. പൈക്കം മണവാട്ടി ബീവി 79ാമത് ഉറൂസിനാണ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായത്. പൈക്ക കാസി ഹാജി അസൈദ് മുഹമ്മദ് തങ്ങൾ മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുതലൈ ഷമീർ ദാരിമി, പൈക്ക ജമാഅത്ത് പ്രസിഡന്റ് ഹാജി PM മുഹമ്മദ് കുഞ്ഞി, ജനറൽ സെക്രട്ടറി JP അബ്ദുള്ള, മഖാം കമ്മിറ്റി പ്രസിഡന്റ് BA അബ്ദുൽ റസാഖ്, ഉറൂസ് കമ്മിറ്റി ജനറൽ കൺവീനർ ഷെരീഫ് പൈക്ക, ട്രഷറർ BA ഹമീദ്, വർക്കിംഗ് കൺവീനർ BK ബഷീർ പൈക്ക, ജനറൽ ക്യാപ്റ്റൻ റഹീം ജിമ്മു, ഹനീഫ കരിങ്ങപ്പള്ളം, KH അബ്ദുള്ള, നാസർ മിത്തടി, ഹിറ്റൻ അബ്ദുള്ള, ഇബ്രാഹിം കൊയർകൊച്ചി, ഇബ്രാഹിം പൈക്ക, പൈക്ക അബ്ദുള്ള കുഞ്ഞി, അബൂബക്കർ കുഞ്ഞിപ്പാറ, B കുഞ്ഞാമു ഹാജി, M മജീദ് ഹാജി, BA റഹ്മാൻ ഹാജി, ഷെരീഫ് ബീട്ടിയെടുക്ക, ഷഫീഖ് PK, ഇബ്രാഹിം കുഞ്ഞിപ്പാറ, അബ്ദുള്ള കൊയർകൊച്ചി, അബ്ദുള്ള കുണ്ടിൽ, അബ്ദുള്ള മിത്തടി, അബൂബക്കർ ബീട്ടിയെടുക്ക, ഹമീദ് കുഞ്ഞിപ്പാറ, നൂറുദ്ദീൻ പുറക്കുന്ന്, അമീർ KE തുടങ്ങിയവർ സംസാരിച്ചു. രാത്രി നടന്ന ചടങ്ങിൽ കാസി അസൈദ് മുഹമ്മദ് തങ്ങൾ മദനി ഉറൂസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹാജി PM മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് UPS തങ്ങൾ പ്രാർത്ഥന നടത്തി. പൈക്ക മുദ്രി ഷമീർ ദാരിമി മാഠാവ് മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്നുള്ള രാത്രികളിൽ പ്രഗത്ഭരായ സാദാത്യങ്ങളും പ്രഭാഷകരും ഉറൂസ് പരിപാടിയിൽ സംബന്ധിക്കും. ഇവിടെ സന്ദർശനത്തിനെത്തുന്നവരെ സ്വീകരിക്കുവാൻ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഉറൂസ് പരിപാടിയുടെ ഭാഗമാവുന്നതിനായി പ്രവാസികൾ ഒന്നടങ്കം നാട്ടിലെത്തിയിട്ടുണ്ട്. മാർച്ച് 4 രാവിലെ അന്നദാനത്തോടെ ഉറൂസിന് സമാപനം കുറിക്കും. ന്യൂസ് ഡെസ്ക് KCN.
മഞ്ചേശ്വരം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ദേർലക്കട്ട ഏനപ്പോയ മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ഉദ്യാവർ ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ 24ാം വാർഷികത്തോടനുബന്ധിച്ചാണ് രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ അഷ്റഫ് BM അധ്യക്ഷത വഹിച്ചു. കരീം ഫൈസി, അബ്ദുള്ള ഉസ്താദ്, ഹരീഷ് മഞ്ചേശ്വരം, ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. തലപ്പാടി RTO ചെക്ക് പോസ്റ്റിന്റെ സമീപത്ത് നിർമ്മിച്ച കാസർഗോഡ് കഫേയുടെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്, യാത്ര ചെയ്യാത്തവരിന്ന് കുറവാണ്. പ്രത്യേകിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ യാത്രക്കിടയിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും യാത്ര ചെയ്യുന്നു. അത്യാവശ്യമായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത വിധത്തിലാണ് നമ്മുടെ യാത്രയെല്ലാം നടക്കുന്നത്. അതിനുവേണ്ടി ആളുകൾ പെടുന്ന പാട് വളരെ വലുതാണ്. ജീവികൾക്ക്, മനുഷ്യർക്ക് എല്ലാവർക്കും ആവശ്യമായ വിധത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ പോയാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. കാസർഗോട്ടുകാർക്ക് വേണ്ടി കേരള സർക്കാരിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേരള ടൂറിസത്തിന്റെ നേതൃത്വത്തിൽ തലപ്പാടി RT ചെക്ക് പോസ്റ്റിന് സമീപത്ത് കാസർഗോഡ് കഫേ നിർമ്മിച്ചത്. ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബു അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ PI സുബൈർകുട്ടി, CPI നേതാക്കന്മാരായ ജയറാം ബെല്ലങ്കോട, ദയാകർ മാട, കാസർഗോഡ് കഫേ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത സജി കണ്ണൻ, അക്തർ ഹുസൈൻ, സലീം തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയുടെ തലപ്പാടി മുതൽ കാലിക്കടവ് വരെയുള്ള ദേശീയപാതയോരത്ത് ഏകദേശം 8ഓളം കഫേകളാണ് ഒരുക്കുന്നത്. സഞ്ചാരികൾക്ക് അല്പം വിശ്രമിക്കുന്നതിനും അവർക്കാവശ്യമായ ഭക്ഷണം കഴിക്കുവാനുമുള്ള സാഹചര്യം ഒരുക്കുകയാണ് ലക്ഷ്യം. UDF മഞ്ചേശ്വരം ജനപ്രതിനിധികൾ ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിച്ചതിൽ ജില്ലാ കളക്ടർ ദുഃഖം രേഖപ്പെടുത്തി. നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ആവിഷ്കരിക്കുന്ന പരിപാടികളിൽ നിന്നും ജനപ്രതിനിധികൾ പിന്നോട്ട് മാറി നിൽക്കുന്നത് ശരിയല്ലെന്ന് കളക്ടർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ കാസർഗോഡ് ഷോറൂമിൽ ഡെയിലി വെയർ ക്യാമ്പയിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡിന്റെ സേവനം മഹത്തരമാണ്. ഇവരുടെ വാണിജ്യ മേഖല, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഏറ്റവും ലീഡായി നിൽക്കുന്ന സ്ഥാപനമാണ് മലബാർ ഗോൾഡ്. ആ കച്ചവടത്തിൽ അവർ കാണിക്കുന്ന സത്യസന്ധതയും സുതാര്യതയും ഒക്കെയാണ് അവർക്ക് പിൻബലമായി വന്നിട്ടുള്ളത്. ആ നേട്ടങ്ങളെല്ലാം സമൂഹത്തിൽ ഏറ്റവും അർഹരായ ആളുകളുമായി പങ്കുവെക്കാനുള്ള ഈ ഒരു ദൗത്യം എന്തുകൊണ്ടും പ്രശംസനീയമാണ്. മലബാർ ഗോൾഡ് ഡയറക്ടർ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ഡെയിലി വിയർ ക്യാമ്പയിനിന്റെ ആദ്യ വിൽപ്പന KVT ബിൽഡേഴ്സ് ചെയർമാൻ KVT നസീറിന് നൽകി കരുണാകരൻ നിർവഹിച്ചു. കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീട് നിർമ്മിക്കുന്നതിനുള്ള ചെക്ക് AGC ബഷീർ വിതരണം ചെയ്തു. മെഡിക്കൽ ചാരിറ്റി വിതരണം കരുണാകരൻ നിർവഹിച്ചു. ഷോറൂം ഹെഡ് ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് അൻവർ കളനാട്, മലബാർ ഗോൾഡ് ഷെയർ ഹോൾഡർമാർ, മറ്റ് ഷോറൂമുകളുടെ ഹെഡ്മാർ, മാനേജർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡെയിലി വിയർ ക്യാമ്പയിനിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന കളക്ഷനുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ നടന്നു. മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. അധികാരമേറ്റ നാൾ തൊട്ട് ഇങ്ങോട്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ജനങ്ങളുടെ മുമ്പാകെ വെച്ച പ്രകടന പത്രികയിലെ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. 1000 ദിവസം പിന്നിട്ടപ്പോൾ തീർച്ചയായും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ പറയുക മാത്രമല്ല, ഈ കേരളത്തിലെ ജനസമൂഹം അത് തലകുലുക്കി സമ്മതിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്.
കാസർഗോഡ് സന്ധ്യാരാഗം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി കരുണാകരൻ MP അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് കണക്ട് എന്ന മൊബൈൽ ആപ്പിന്റെ പ്രകാശനവും മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ഈ ആപ്പ് സൗജന്യമായി MLAമാരായ കെ കുഞ്ഞിരാമൻ, M രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. തുടർന്ന് സമൂഹമാധ്യമങ്ങളും യുവതയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പങ്കെടുത്ത സെമിനാറും കാസർഗോഡ് തിയേറ്ററിക്സിന്റെ 1000 വർണ്ണങ്ങൾ എന്ന കലാപരിപാടികളും അരങ്ങേറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU കേരള വാട്ടർ അതോറിറ്റി യൂണിയൻ ധർണാ സമരം സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരുപാട് കാലമായല്ലോ ഈ കാസർഗോഡിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ കുടിവെള്ളമാണ്. ഈ നഗരസഭക്കാർക്ക് 2020 പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ്. 2 മന്ത്രിമാർ ഈ ജില്ലക്ക് UDF-ന്റേതായി ഉണ്ടായിരുന്നു. ഈ മണ്ഡലത്തിനകത്ത് നിന്ന് ജയിച്ചു പോയ MLA ഉൾപ്പെടെ മന്ത്രിയായിരുന്നിട്ട് കൂടി ഈ നാടിനകത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതാ ഇത് പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് സഖാവ് പിണറായിയുടെ ഭരണത്തിൽ. LDF സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ KWA-യിൽ നടപ്പാക്കുക, ഗ്രാമീണ ശുദ്ധജല വിതരണ മേഖലയിൽ വെട്ടിക്കുറച്ച കേന്ദ്രവിഹിതം പുനഃസ്ഥാപിക്കുക, സർവേ ആൻഡ് ഡിസൈനിംഗ് ജോലികൾ പുറം കരാർ നൽകാനുള്ള മാനേജ്മെന്റ് നീക്കം ഉപേക്ഷിക്കുക, ഹെഡ് ഓപ്പറേറ്റർ സൂപ്പർവൈസർ പദവി നിയമവിധേയമാക്കി നിലനിർത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങളുന്നയിച്ചാണ് ധർണ നടത്തിയത്. K വിനോദ് അധ്യക്ഷത വഹിച്ചു. KG മനോജ് കുമാർ, K ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരട്ട കൊലപാതകത്തെ തുടർന്ന് അക്രമം നടന്ന കല്യോട്ടും പരിസര പ്രദേശങ്ങളിലും CPM സംഘത്തിന്റെ സന്ദർശനത്തിനിടെ സംഘർഷാവസ്ഥ. പോലീസ് ഇടപെടലിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഒരു വേദിയിൽ വെച്ച് 20 പദ്ധതികൾ നാടിന് സമർപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനമേള. കാഞ്ഞങ്ങാട്ടാണ് വിവിധ പദ്ധതികൾ ഒറ്റയടിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തായി തെരഞ്ഞെടുത്ത മംഗൽപാടി പഞ്ചായത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം. കാഞ്ഞങ്ങാട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വാമൂടിക്കെട്ടി പ്രകടനം നടത്തി. പ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബീവി ഉറൂസിന് തുടക്കമായി. സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ബസ്മല പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. തലപ്പാടി RTO ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിർമ്മിച്ച കാസർഗോഡ് കഫേയുടെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU കേരള വാട്ടർ അതോറിറ്റി യൂണിയൻ ധർണാ സമരം സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.